ഹലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. ഈ കാണുന്ന എല്ലാ ചെടികളും ഇവിടുന്ന് മൊത്തത്തിൽ വെട്ടി നിരത്തി ഒഴിവാക്കിയിട്ട് മുറ്റത്തിൻ്റെ ഷേപ്പേ മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ്. ആ ചെടികൾ നിറഞ്ഞു നിന്നിൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എല്ലാ ചെടികളും വെട്ടി അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വേരുകളൊക്കെ ഇളക്കിയെടുക്കുക കേട്ടോ. തെങ്ങിൻ്റെ വേര്, നല്ല നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുള്ള് എടുക്കാനുള്ള പരിപാടിയിലാണ്. തെങ്ങിൻ്റെ വേരൊക്കെ ഇളക്കിയെടുത്തിട്ട് മുറ്റത്തിൻ്റെ നടുക്കൂടി ഒരു കുട്ടി മതിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെടുത്തെടുത്തിട്ട് മുറ്റും തൊടിയും കൂടി ഒന്നാക്കിയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്തിൻ്റെ നടുമുറ്റത്ത് തന്നെ ഒരു മാവിൻ്റെ മരം ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ മൂച്ചി എന്നാണ് പറയുക. അത് അവിടെ തന്നെ നിർത്തി തണലിനും പിന്നെ കുട്ടികൾക്ക് ഊഞ്ഞാലൊക്കെ ആടണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതിമൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടാൽ അടിപൊളിയായിട്ട് അവിടെ ഊഞ്ഞാലാടുള്ള സ്ഥലമുണ്ട്. അങ്ങനെയൊക്കെയാണ് മനസ്സിൽ കണ്ടിട്ടാണ് അതവിടെ നിർത്തിയിട്ടുള്ളത്. പിന്നെ നല്ല രസമുള്ള മാങ്ങയാണ് അതിനുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മുറ്റത്ത് തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളും എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുറ്റുണ്ട് ഇപ്പോൾ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരുന്നു കേട്ടോ നമ്മളെ തൊടിയും മുറ്റും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ചുവപ്പ് ചെടി കണ്ടില്ലേ, ഇതിലായിരുന്നു കിളികളൊക്കെ കൂട് കൂട്ടിയിരുന്നത്. നല്ല പൂമ്പാറ്റകൾ തേൻ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചെടികൾ പൂക്കളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും കേട്ടോ. ഇനിയും കായ്ച്ചിങ്ങനെ നല്ല നട്ട് പിടിപ്പിച്ചുണ്ടാക്കിയിട്ട് വേണം. ഈ തൊടി മുത്താണ് നമ്മൾ ഒഴിവാക്കി വേണ്ട. ഇപ്പം നേരത്തെ കണ്ട വീഡിയോ പോലെ ആക്കിയെടുത്ത് കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.